ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ശ്രുതി. ഐ എം ബാക്ക്. അപ്പോൾ കുറേ ഡേയ്സ് ആയില്ലേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, കഴിഞ്ഞ സൺഡേ ഞാൻ പത്തനംതിട്ടയല്ല, ചെങ്ങന്നൂർ ഒരു ഗെയിം ഷോയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗ് ഇടാമെന്ന് കരുതിയിട്ട് ഗാലറിയിൽ പോയി തപ്പിപ്പിടിച്ച് കുറേ വീഡിയോസ് എല്ലാം പൊക്കിക്കൊണ്ട് വന്നു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ട വീഡിയോ ഇടാൻ നമുക്ക് കുറച്ച് വീഡിയോസ് വേണം. അപ്പോൾ അതിനായിട്ട് രാവിലെ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി നേരെ പോയി ചെങ്ങന്നൂരാണ് ഞാൻ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്തു. നമ്മൾ നേരെ പോയത് അരുവിക്കര ഫോൾസിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു ചെറിയൊരു പ്ലേസ് കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി. ഇത് നടത്തുന്നത് ട്രിവാൻഡ്രം കോവളത്തുള്ള എന്താ പറയുക മാജിക് ട്രൈബ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പും പിന്നെ ഇവിടെ അരുവിക്കരയുള്ള ആൽഫ സ്പോർട്സ് അക്കാഡമിയും കൂടെ ചേർന്ന് കണ്ടക്ട് ചെയ്യുന്നതാണിത്. ആക്ച്വലി ഇതിന് മുന്നേ ഇവരൊരു ഗെയിം ഷോ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ട്രിവാൻഡ്രം കോവളത്ത് വെച്ച്. അതിന് എനിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ലാസ്റ്റ് ടൈമിൽ കുറച്ച് ഡ്യൂട്ടിയൊക്കെയാണ് വന്നത് കാരണം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. സോ ഇപ്രാവശ്യം ഞാൻ പോയി. നൈസായിരുന്നു. അവിടെ പോയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, പാർട്ടിസിപ്പൻസൊക്കെ. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒക്കെ ടൈം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ പറഞ്ഞത് ലൈക്ക് 11 to 5 ആണ് ഈ ഒരു ഗെയിം ഷോ വച്ചിരുന്നത്. ദെൻ ഞങ്ങൾ രണ്ടുപേരും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഈ ഒരു ടർഫിൽ ഒരു ഫുട്ബോളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കണ്ടില്ലേ, ഞാൻ ആഗ്ലാദിച്ച് തുടിച്ച് പോകുന്നത് ആദ്യമായിട്ടൊരു ഗോൾ അടിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ടർഫിൽ വെച്ചിട്ട് ആ ഒരു ഫുട്ബോൾ കളിയോടൊക്കെ കൂടെയാണ് ഈ ഒരു ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഫോൾസിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. ഇൻഡോറായിട്ട് കുറേ ഗെയിംസൊക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻ്റലി ആൻഡ് ഫിസിക്കലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. കണ്ട ടേബിളിൻ്റെ പുറത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബോളൊക്കെ ഉരുട്ടി വിടുന്നതും പിന്നെ കുറേ ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ജോലിക്കിടയിലും അങ്ങനെ വർക്ക് പ്രഷറൊക്കെ മാറ്റാൻ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ്. എനിക്ക് ഇവരുടെ പ്രോഗ്രാമിൽ ഐ തിങ്ക് ദിസ് ഇസ് എ സെക്കൻഡ് ടൈമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അത്രയ്ക്ക് വെല്ലായിട്ടാണ് ഇവർ ഈ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി കഷ്ടപ്പെട്ട് കഴിച്ചു, കാരണം ഗെയിമൊക്കെ കളിച്ചതിൻ്റെ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ബിരിയാണി അവർ ആദ്യമേ ചോദിക്കുന്നു, വെജാണോ നോൺ വെജാണോ വേണ്ടതൊക്കെ. ചിക്കൻ ബിരിയാണി വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വിചാരിച്ചു അയ്യോ ചോറ് കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. സോ അത് കഴിഞ്ഞിട്ട് ഒരു ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ചുമയുണ്ട് ഗൈസ്, അത് കാരണം ത്രോട്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പ്ലാസ്റ്റിക് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതെങ്ങനെയാണ് യെസ് ഞങ്ങൾ വിചാരിച്ചിങ്ങനെ കൈ തട്ടി വിടുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു കേട്ടോ. പക്ഷെ അതിങ്ങനെ നമ്മൾ 4, 3 അങ്ങനെ ഇങ്ങനെ ലെയർ ആയിട്ടില്ലേ, പിരമിഡ് പോലെ വിത്ത് കൈ അല്ലാതെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ ഒരു ഗെയിം. പിന്നെ ബലൂണിൽ കാറ്റ് നിറച്ചിട്ട് അതിങ്ങനെ അത് യൂസ് ചെയ്ത് ഗ്ലാസ്സൊക്കെ ടേബിളിൻ്റെ പുറത്തുനിന്ന് താഴോട്ട് തട്ടിയിടുന്ന അങ്ങനെയൊക്കെ കുറേ ഗെയിംസൊക്കെ അവർ വെച്ചു. ദെൻ ഈവനിങ് ആയപ്പോൾ ഒരു ചായയൊക്കെ കിട്ടി. അവസാനം അതിൻ്റെ കൂടെ കഴിക്കാനൊന്നും കിട്ടിയില്ല, ബട്ട് അതിൻ്റെ പരിഭവമൊക്കെ അതിൻ്റെ എന്നാ പറയുക ഒരു കണ്ടക്ട് ചെയ്ത അമിത്തിനോട് ഞാൻ കുറേ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു സ്നാക്കെങ്കിലും തരാമായിരുന്നു, നമ്മൾ അടുത്ത പ്രാവശ്യം നോക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോൾ ഗായ്സ്, എനിക്ക് എന്നാ പറയുക വ്ളോഗ് ഇടണമെന്ന് മൈൻഡിൽ വന്നില്ലായിരുന്നു. അതുകൊണ്ടാട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ വെർട്ടിക്കൽ രീതിയിലൊക്കെ വന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നോർമലി വ്ളോഗ് എടുക്കണമെന്ന് നേരത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഹൊറിസോണ്ടൽ രീതിയിലൊക്കെ നോർമൽ വ്ളോഗ് വീഡിയോ ആയിട്ടാണ് എടുക്കണേ. സോ അതിൽ അവസാനം കുറേ ഗെയിംസ് ക്വിസ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. സമ്മാനദാനം വരെ കൊടുക്കണുണ്ട് കേട്ടോ, ഒരു ട്രോഫിയൊക്കെ. അതെന്തായിരുന്നാലും എനിക്ക് കിട്ടിയില്ല, കാരണം എനിക്ക് വളരെ കുറച്ച് പോയിന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ താഴത്തെ ഫോൾസിൽ പ്രോഗ്രാമൊക്കെ ഒരു 5:30 കഴിഞ്ഞു. എനിക്ക് അവിടെ പോയപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. ദെൻ ഞങ്ങൾ ഫോൾസിലൊക്കെ കുളിച്ചു, അന്ന് അവിടെ സ്റ്റേ ആക്കി. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു വ്ളോഗ്?